വർക്കല ബീച്ച് നോർത്ത് ക്ലിഫിൽ വൻ തീപിടുത്തം. വെളുപ്പിന് 3 മണിയോടുകൂടിയാണ് തീപിടിച്ചത്. 7 കടകൾ കത്തിനശിച്ചു. വിവരങ്ങളുമായി പാർവതി സത്യദേവൻ ചേരുന്നു. പാർവതി, എത്ര ലക്ഷത്തിന്റെ നാശനഷ്ടമാണ് കണക്കാക്കാൻ കഴിയുക? ആര്യ, 7 കടകളാണ് കത്തിനശിച്ചത്. 3 കശ്മീരി ഹാൻഡിക്രാഫ്റ്റ് ജ്വൽ ഷോപ്പുകൾ, ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു ചെറിയ റിസോർട്ട്, പിന്നീട് ഒരു ക്ലോത്ത് സെന്റർ, ഇങ്ങനെ 7 കടകളാണ് കത്തിനശിച്ചത്. വ്യാപാര സ്ഥാപനങ്ങൾ തിങ്ങിയിരിക്കുന്ന ഒരു മേഖലയാണ് ഈ നോർത്ത് ക്ലിഫ്. കടലിന് അഭിമുഖമായി നിൽക്കുന്ന മലഞ്ചെരുവുകളിലാണ് ഈ 100 കണക്കിന് കടകൾ ഉള്ളത്. അടുപ്പിച്ചുള്ള കടകൾ ആണ് ഭൂരിഭാഗവും. ഇവയിലേറെയും താൽക്കാലികവുമാണ്. ഈ ഇത്തരത്തിൽ താൽക്കാലികമായി ഉണ്ടാക്കിയ കടകളാണ് കത്തിനശിച്ചത്. പുലർച്ചെ 3:45 തീപിടുത്തം. പെട്ടെന്ന് തന്നെ തീ പടരുകയും ചെയ്തു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇതര സംസ്ഥാനത്തു നിന്നുള്ള കച്ചവടക്കാർ നടത്തുന്ന കടകളാണ് ഇവിടെയുള്ളവരിൽ ഏറെയും. ഇതിൽ വസ്ത്ര വ്യാപാരശാലകളും ഒപ്പം ഹാൻഡിക്രാഫ്റ്റ് കടകളും ഒക്കെയാണുള്ളത്. വാഹനങ്ങൾ പ്രവേശിക്കാൻ ഈ മേഖലയിൽ സാധിക്കില്ല. കാൽനടയായി മാത്രമേ ആളുകൾക്ക് ഇവിടെ എത്താൻ സാധിക്കൂ. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ അധികം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കടകളിലും ആളുകൾ ഉണ്ടായിരുന്നില്ല. അടച്ചിട്ട കടകളിലായിരുന്നു തീപിടുത്തം. വർക്കല പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ കെടുത്തിയത്. ഇവിടേക്ക് എത്താൻ താമസിക്കും എന്നതിനാൽ തന്നെ തീ കൂടുതൽ 7 കടകളിലേക്ക് പടരുന്നൊരു സാഹചര്യവും ഉണ്ടായി. പൂർണ്ണമായി തന്നെ ഈ കടകൾ കത്തി നശിക്കുകയും ചെയ്തു. മറ്റ് ആളപായം ഒന്നും ഉണ്ടായിട്ടില്ല. അനധികൃത നിർമ്മാണങ്ങൾ ഏറെയുള്ള പ്രദേശമാണ് ഇവിടെ. ഇത്തരത്തിൽ അനധികൃതമായി നിർമ്മിച്ച ഷെഡുകൾ തന്നെയാണ് ഇപ്പോഴും കത്തി നശിച്ചത്. പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായി 7 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുട്ടിയുടെ അമ്മയെ ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യും. തൊടുപുഴ ഉടുമ്പന്നൂരിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. തലയോട്ടിക്കേറ്റ ഗുരുതരമായ പരിക്കാണ് കുട്ടിയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 10 ദിവസം മരണത്തോട് മല്ലിട്ട ശേഷമാണ് 7 വയസ്സുകാരൻ വിടവാങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തൊടുപുഴ ഉടുമ്പന്നൂരിൽ അമ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചു. നിരവധി പേരാണ് നിറകണ്ണുകളോടെ അന്ത്യോപചാരം അർപ്പിക്കാനെത്തിയത്. രാത്രി വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. കുട്ടിയുടെ മരണം തലക്കേറ്റ ക്ഷതം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. തലയോട്ടിയുടെ മുന്നിലും പിന്നിലും ചതവുകളുണ്ട്. തലയോട്ടിയുടെ വലതുവശത്ത് പൊട്ടലുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ മനഃപൂർവ്വം പരിക്കുകൾ ഏൽപ്പിച്ചതായും വാരിയലിന് പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പ്രതി അരുൺ ആനന്ദിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. മലയാളിയുടെ മനസാക്ഷിക്ക് നേരെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയാണ് പിഞ്ചുബാലൻ മരണത്തിന്റെ കൈപിടിച്ചത്. ന്യൂസ് 18 തൊടുപുഴ. തൊടുപുഴയിൽ ക്രൂരമർദ്ദനമേറ്റു മരിച്ച 7 വയസ്സുകാരന് ബാലാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. കേസിന്റെ അന്വേഷണം നിരീക്ഷിക്കുമെന്നും മരിച്ച കുട്ടിയുടെ സഹോദരന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പി സുരേഷ് പറഞ്ഞു. കമ്മീഷനെ സംബന്ധിച്ച് ഇപ്പോൾ നടന്നുവരുന്ന കേസ് കൃത്യമായ രീതിയിൽ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ കമ്മീഷൻ എല്ലാ അർത്ഥത്തിലും മോണിറ്റർ ചെയ്യുകയും കുറ്റവാളിക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും കൈക്കൊള്ളുന്നതിന് പുറമെ ഈ കുട്ടിക്ക് ആവശ്യമായ എല്ലാ സംരക്ഷണവും കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ആവശ്യമായ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും സമൂഹത്തിനുണ്ട് എന്ന നിലപാടെടുത്തുകൊണ്ട് ആ കുട്ടിയെ സംരക്ഷിക്കാനാവശ്യമായ ഉത്തരവാദിത്വം കമ്മീഷനും അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും കേരള ഗവൺമെൻറ്റും പൂർണ്ണമായും ഈ കുടുംബത്തെയും കുട്ടിയെയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നിലപാടും എടുക്കുന്നതായിരിക്കും. മരിച്ച 7 വയസ്സുകാരന്റെ സഹോദരന്റെ സംരക്ഷണം വിട്ടു നൽകണമെന്ന ആവശ്യവുമായി കുട്ടിയുടെ അച്ഛന്റെ കുടുംബം. സംരക്ഷണം ആവശ്യപ്പെട്ട് ശിശുക്ഷേമ സമിതിക്ക് മുത്തച്ഛൻ കത്ത് നൽകി. കുടുംബത്തിന്റെ ആവശ്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് ഇടുക്കി ശിശുക്ഷേമ സമിതി അധ്യക്ഷൻ ജോസഫ് അഗസ്റ്റിൻ അറിയിച്ചു. വിക്ടിമായിട്ടുള്ള കുട്ടിയുടെ മാതാവിനെയാണ് താൽക്കാലികമായി അതിൻ്റെ സംരക്ഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. സ്ഥിരമായിട്ടല്ല, താൽക്കാലികമായിട്ട്. അപ്പോൾ ആ കുട്ടിയെ തങ്ങൾക്ക് വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുട്ടിയുടെ മുത്തച്ഛൻ ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ അപേക്ഷയെ സംബന്ധിച്ച് പിന്നെ പഠിക്കുന്നതിനും അവർക്ക് ഇത് കൊടുക്കാവുന്നതാണോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിനും തിരുവനന്തപുരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് ഇടുക്കി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് വഴി നമ്മൾ ആ അപേക്ഷ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഈ കുട്ടിയുടെ മാതാവിനെയും മാതാവിൻ്റെ മാതാവിനെയും അവർക്ക് പറയാനുള്ളതും കൂടെ കേട്ടതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ.
തൊടുപുഴയിൽ ക്രൂരമർദ്ദനത്തിനിരയായി മരിച്ച 7 വയസ്സുകാരനെ ആദ്യം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതി അരുൺ ആനന്ദ് ചികിത്സ വൈകിപ്പിച്ചതിന്റെ തെളിവുകൾ പുറത്ത്. അരുണും കുട്ടിയുടെ അമ്മയും ഡോക്ടർമാരുമായി വഴക്കിടുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. മാർച്ച് 28-നാണ് അരുൺ ആനന്ദും യുവതിയും കുട്ടിയുമായി ആശുപത്രിയിലെത്തിയത്. അരുൺ ആനന്ദായിരുന്നു കാർ ഡ്രൈവ് ചെയ്തിരുന്നത്. മദ്യപിച്ച് അവശനായ നിലയിലായിരുന്നു പ്രതിയെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. കുട്ടിയെ ആശുപത്രി ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിലെത്തിച്ചു. ഇതിനിടെ ഡോക്ടർമാരുമായും ജീവനക്കാരുമായും അരുൺ വഴക്കിട്ടു. കുട്ടിയുടെ അമ്മയും ആശുപത്രി അധികൃതരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഇതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിക്കുന്നത്. പോലീസ് എത്തി കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും അരുണും യുവതിയും ആംബുലൻസിൽ കയറാൻ മടിച്ചു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ഇരുവരെയും ആംബുലൻസിൽ കയറ്റിയത്. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാമായിരുന്ന 1.5 മണിക്കൂറിലധികം സമയം അരുണും യുവതിയും ചേർന്ന് വൈകിപ്പിച്ചു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. ന്യൂസ് 18 തൊടുപുഴ. ചൂടിലുരുകി കേരളം. സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൂര്യാതപ മുന്നറിയിപ്പുകൾ ഇന്നും തുടരും. വയനാട് ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും ശരാശരിയിലും ഉയർന്ന താപനില ആയിരിക്കും. ഇന്ന് 7 ജില്ലകളിൽ വേനൽമഴ പെയ്തേക്കും. തിങ്കൾ മുതൽ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും വേനൽമഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതിനുശേഷം ചൂടിന് ശമനമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പകൽ 12 മുതൽ 3 വരെ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമം നൽകണമെന്നാണ് ആവർത്തിച്ചുള്ള നിർദ്ദേശം. കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആദിവാസി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. കാടും വറ്റിവരണ്ടതോടെ വനത്തിലെ നീർച്ചാലുകളിലെ ജലവും മലിനമായി. ആനപ്പേടി മൂലം കുടിവെള്ളം ശേഖരിക്കാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ആദിവാസികൾ. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പിണവൂർക്കുടി ആദിവാസി കോളനിയിലെ 100 കണക്കിന് ആദിവാസികളാണ് കുടിവെള്ളക്ഷാമം മൂലം ദുരിതമനുഭവിക്കുന്നത്. 4 വർഷം മുൻപ് ജലവകുപ്പിന്റെ പൈപ്പുകൾ സ്ഥാപിച്ചെങ്കിലും ഇതുവരെ അതിന്റെ പണി പൂർത്തിയായിട്ടില്ല. പണി പകുതിക്ക് നിർത്തി കരാറുകാരൻ മുങ്ങുകയും ചെയ്തെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി. ആദിവാസി ഊരിലേക്ക് വെള്ളമില്ലാത്തതും കിണറുകൾ വറ്റിവരണ്ടതുമാണ് ആദിവാസികൾക്ക് ഇരുട്ടടിയായത്. കിലോമീറ്ററുകൾ താണ്ടി കാടിനുള്ളിലെ കിഴക്കാം തൂക്കായ മലയിറങ്ങി തോടുകളിൽ പോയി വേണം വെള്ളം ശേഖരിക്കാൻ. എന്നാൽ തോടും വറ്റിവരണ്ടു. ഞങ്ങൾക്ക് വെള്ളത്തിന് ആകെ ബുദ്ധിമുട്ടും പഞ്ഞമം എല്ലാമാണ്. അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് അലക്കാനും കുളിക്കാനും ഒരു ദിവസം കുളിച്ചാൽ പിറ്റേ ദിവസം കുളിക്കാൻ പറ്റില്ല, വെള്ളമില്ലാത്ത കാരണം കൊണ്ട്. അതുപോലെ ആന ഉള്ള വെള്ളം വന്ന് മുള്ളി തൂറി കുടിച്ച് ആനയും പോകും. അതിൻ്റെ അടിക്ക് ഞങ്ങൾ അലക്കണം, കുളിക്കണം. കുളം കുത്തിയാൽ അത് വെള്ളം കിട്ടുകയില്ല. മൊത്തം അടി പാറ, മണൽ മാന്തി അത് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. തോട്ടുവക്കിൽ ചെറുകുഴികൾ നിർമ്മിച്ച് അതിൽ നിന്നാണ് ഇവർ കുടിവെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ തോടിന് സമീപവും തോട്ടിലേക്കുള്ള വഴിയിലും കാട്ടാനക്കൂട്ടം സദാസമയവും തമ്പടിച്ചിരിക്കുകയാണ്. ഇതുമൂലം പുരുഷ സഹായമില്ലാതെ വെള്ളമെടുക്കാൻ പോകാൻ സ്ത്രീകൾക്ക് പേടിയാണ്. ഞങ്ങൾക്ക് വെള്ളത്തിനും കുടിവെള്ളത്തിനും കുളിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുഴയെല്ലാം വറ്റി വരണ്ട് ഉണങ്ങി അവിടെ കുഴി താത്തിയിട്ട് ആ വെള്ളം കോരാൻ ചെല്ലുമ്പോൾ എണ്ണ ചൂടി ഇങ്ങനെ ഭയങ്കര മണവും ചൊവയും. എന്നിട്ട് ആ വെള്ളമാണ് കോരി കുടിക്കുന്നത്. ആനശല്യം ഭയങ്കരം. ആനശല്യം ഒരു 5 മണിക്ക് മുമ്പ് ആന തോട്ടിലിറങ്ങും വെള്ളം കുടിക്കാനായിട്ട്. പിന്നെ ഈ തോട്ടിലെ ചീഞ്ഞ വെള്ളത്തിൽ ഞങ്ങളും കുളിക്കുക. അല്ലാതെ എന്നാ ചെയ്യുന്ന റോഗമില്ലല്ലോ, കുളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുളിക്കുന്നു. കുടിവെള്ളത്തിൽ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ കിടന്ന് ബുദ്ധിമുട്ടുന്ന ഇത്. കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാനാണ് കോളനി നിവാസികളുടെ തീരുമാനം. കുട്ടമ്പുഴ പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും ജലവകുപ്പിന്റെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നുണ്ട്. ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളമെത്താത്തതിന്റെ പ്രധാന കാരണം ഇതാണ്. കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോതമംഗലം. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിലും കാറ്റിലും പാലക്കാട് വിളയൂരിൽ വ്യാപക കൃഷിനാശം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കർഷകരും പറയുന്നു. മഴയിലും കാറ്റിലും വിളയൂരിലെ ഏക്കർ കണക്കിന് നേന്ത്രവാഴ കൃഷി നശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്കുണ്ടായത്. പേരടിയൂർ, ചിറയ്ക്കൽ, കണ്ടേങ്കാവ് പാടശേഖരങ്ങളിലാണ് വ്യാപക നഷ്ടം. പേരടിയൂർ പാടശേഖരത്തിൽ മാത്രം 8000-ൽ പരം വാഴകൾ ഒടിഞ്ഞു വീണു. ഭൂരിഭാഗവും കുലച്ച വാഴകളായിരുന്നു. പൊതുവെ ചോലക്കളത്തിൽ സൈതലവിയുടെ 5000-ത്തോളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഞങ്ങളും ആ കൂട്ടത്തിലായിരുന്നു. പുഴയിലൊക്കെ വെള്ളം വെറ്റി വളരെ കഷ്ടപ്പെട്ട് ആയിരുന്നു ഞങ്ങൾ ജലസേചനം നടത്തിയിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങളെ എല്ലാവരെയും വളരെയധികം മാനസികമായി തളർത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായി മഴയും കൂടെ കനത്ത കാറ്റും എല്ലാം ഒരൊറ്റയടിക്ക് നശിച്ചുപോയി.
മുത്താരത്തൊടിയിൽ 1000 വാഴകളും നശിച്ചു. പലരും പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തിയിരുന്നത്. 15 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കർഷകർ പറഞ്ഞു. കനത്ത കാറ്റിലും മഴയിലും ഒരുപാട് കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. നേന്ത്രവാഴയ്ക്കാണ് 90% കൊലച്ച നേന്ത്രവാഴക്കാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കടുത്ത വേനലിലും കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി എത്തിയ വേനൽ മഴ കനത്ത നാശം വിതച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. ഇനി കാർഷിക കേരളം. വിഷുവിനെ അറനിറയ്ക്കാൻ മാലുമേൽ പുഞ്ച കതിരണിഞ്ഞു. കൊല്ലം തൊടിയൂരിന്റെ നെല്ലറയായിരുന്ന പുഞ്ചയാണ് വീണ്ടും കതിരണിഞ്ഞത്. വിളവെടുപ്പ് തിങ്കളാഴ്ച നടക്കും. മാലുമേൽ ക്ഷേത്രത്തിനു മുന്നിലായി നീണ്ടുകിടക്കുന്ന പാടശേഖരത്തിന്റെ വിളവെടുപ്പുത്സവവുമായി ബന്ധപ്പെട്ടതാണ് ക്ഷേത്രോത്സവവും. ഏറെക്കാലം തൊടിയൂരിന്റെ നെല്ലറകളിൽ ഒന്നായിരുന്നു ഈ പാടശേഖരം. ഇരിപ്പൂ കൃഷിയായിരുന്നു ദീർഘകാലം ഇവിടെ നിലനിന്നിരുന്നത്. പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ പലതവണ കൃഷിയിറക്കിയെങ്കിലും പള്ളിക്കലാറുമായി അതിർത്തി പങ്കിടുന്ന പാടശേഖരത്തിനെ വേർതിരിക്കുന്ന ബണ്ട് പൊട്ടിയും മഴവെള്ളത്തിൽ മുങ്ങിയും കൃഷി വിളവെടുക്കാനാകാതെ നഷ്ടമാവുകയായിരുന്നു. കഴിഞ്ഞ വർഷമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക തരിശുനില പദ്ധതി പ്രകാരം കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ കൃഷി പുനരാരംഭിച്ചത്. 105 ഏക്കർ സ്ഥലത്താണ് കൃഷി. 126ഓളം കർഷകരുടെ ഉടമസ്ഥതയിലാണ് പുഞ്ചപ്പാടം. പുഞ്ചകൃഷിയിൽ അനുഭവസമ്പന്നനായ മാത്യുവാണ് കരാറടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ചത്. മാലുമേൽ പുഞ്ചയിലെ കൃഷിക്കാരുടെ താല്പര്യപ്രകാരം ഇവിടെ ഞങ്ങൾക്ക് ഈ പാടം കൃഷിക്ക് തരികയും ഈ നാട്ടിലുള്ളവരുടെ വലിയ സഹകരണത്തോടും ഇവരുടെ എല്ലാവിധ സഹകരണത്തോടും കൂടി ഇത് കൃഷി ചെയ്യാൻ സാധിക്കുകയും ചെയ്തതിൽ വലിയ സന്തോഷമുണ്ട്. കൃഷി വിളവെടുക്കാറാകുന്നവരെ ഇവിടെ നാട്ടുകാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഗ്രാമപഞ്ചായത്തും കൃഷി ഓഫീസും മികച്ച പിന്തുണ നൽകി. നെൽകൃഷി വികസന പദ്ധതി പ്രകാരം 1 ഹെക്ടറിന് 25,000 രൂപയും ഈ പാടം അദ്ദേഹത്തിന് വിട്ടു നൽകിയ കർഷകർക്ക് 5,000 രൂപയും സർക്കാർ സബ്സിഡിയായി നൽകിയിട്ടുണ്ട്. ഉമ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്താണ് വിതച്ചത്. പാകമാകാൻ 120ഓളം ദിവസം വേണ്ടിവരുന്ന വിത്ത് കഴിഞ്ഞ ഡിസംബർ മാസത്തിലാണ് വിളവിറക്കിയത്. 4 ലക്ഷത്തോളം രൂപയുടെ മത്സ്യമാണ് ഇത്തവണ പാടത്തു നിന്ന് ലഭിച്ചത്. മേടവിഷു മഹോത്സവം നടക്കുന്ന മാലുമേൽ ക്ഷേത്രത്തിനു മുന്നിൽ കതിരുകൾ കൊയ്തെടുത്ത് നാടിന്റെ കൂട്ടായ്മയും കാർഷിക സംസ്കാരവും വീണ്ടെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് മാലുമേൽ ഗ്രാമം. ന്യൂസ് 18 കരുനാഗപ്പള്ളി. കത്തുന്ന മീനവെയിലും തളിരിട്ട് നിൽക്കുന്ന കൃഷിത്തോട്ടം വ്യത്യസ്ത കാഴ്ചയാകുന്നു. തോന്നയ്ക്കൽ സായി ഗ്രാമത്തിന് സമീപം കണ്ടുകൃഷി മോഹനവിലാസത്തിൽ ജയചന്ദ്രനും കുടുംബവുമാണ് കൊടുംവേനലിലും മണ്ണിൽ പൊന്നുവിളയിക്കുന്നത്. കണ്ടുകൃഷിപ്പാടത്തിലെ 2 ഏക്കറിലാണ് വാഴയും പച്ചക്കറിയും കൃഷി ചെയ്തിരിക്കുന്നത്. 1000 നേന്ത്രവാഴ, 10,000-ൽ പരം ചുവടുവള്ളിപ്പയർ, ചീര, വെണ്ട, കുമ്പളം എന്നിങ്ങനെ സമ്മിശ്ര കൃഷിയാണ് നടത്തിയത്. 1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കൃഷി ഇറക്കിയത്. പ്രതിദിനം 50 കിലോ പയറും 10 കിലോ ചീരയും അത്ര തന്നെ വെണ്ടയും ലഭിക്കുന്നു. സമീപത്തെ അരുവിയിലെ വെള്ളമാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. കൃഷിയിലെ നഷ്ടവും ലാഭവും ജയചന്ദ്രന് പ്രശ്നമേ അല്ല. ചില വർഷങ്ങളിൽ നഷ്ടവും ഉണ്ടാകാറുണ്ട്. ജയചന്ദ്രന്റെ കുടുംബം ഒരേ മനസ്സോടെ കൃഷിയിൽ താല്പര്യം കാട്ടുന്നതാണ് വിജയത്തിന് കാരണം. ഇതിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് കോഴിവളവും അതേപോലെ ചാണകവും തുടങ്ങിയ ജൈവവളങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. രാസവളങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. കീടനാശിനി നമ്മളിതിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റേതായ മാർക്കറ്റ് ലഭ്യത ഒരുപാട് ദൂരെ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അന്വേഷണങ്ങൾ വരുന്നുണ്ട്. സമീപത്തെ മാർക്കറ്റിലാണ് പച്ചക്കറി വിറ്റഴിക്കുന്നത്. ചെറുകിട വിൽപ്പനക്കാർ തോട്ടത്തിലെത്തിയും പച്ചക്കറി കൊണ്ടുപോകാറുണ്ട്. നേരത്തെ ഹോർട്ടികോർപ്പിന് പച്ചക്കറി നൽകിയിരുന്നെങ്കിലും യഥാസമയം പണം ലഭിക്കാത്തത് കാരണം ഇപ്പോൾ നൽകുന്നില്ല. പച്ചക്കറികൾ വിറ്റഴിക്കാൻ മൊബൈൽ വിപണന കേന്ദ്രം ആരംഭിക്കാനും പദ്ധതിയുണ്ട്. ഇതിനായി കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു കഴിഞ്ഞു. പ്രദേശത്തെ മറ്റു ചെറുകിട കർഷകരുടെ ഉൽപ്പന്നങ്ങളും ഇതിലൂടെ വിറ്റഴിക്കാൻ കഴിയും. പ്രദേശത്തെ മുഴുവൻ വീടുകളിലും വിഷരഹിത പച്ചക്കറി എത്തിക്കുകയാണ് ലക്ഷ്യം. ന്യൂസ് 18 തോന്നയ്ക്കൽ. കാസർഗോഡ് അജാനൂരിൽ മത്സ്യബന്ധന തുറമുഖ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. സർവേ റിപ്പോർട്ട് പ്രകാരം നിർമ്മാണം നടത്തുമെന്ന് ഉറപ്പ് ലഭിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനാണ് തീരുമാനം. നിർമ്മാണ അനിശ്ചിതത്വത്തിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പ്രതിഷേധ സംഗമം നടത്തി. അജാനൂരിൽ മത്സ്യബന്ധന തുറമുഖം നിർമ്മിക്കുന്നതിനുള്ള സർവേ നടത്തിയിട്ട് വർഷങ്ങളായി. ലക്ഷങ്ങൾ ചെലവഴിച്ച് സർവേ നടത്തിയതൊഴിച്ചാൽ മറ്റു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ എത്തുന്ന രാഷ്ട്രീയ നേതൃത്വവും ഇവരോട് മുഖം തിരിക്കുകയാണ്. തുറമുഖ നിർമ്മാണം സംബന്ധിച്ച് ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരണത്തിന് തയ്യാറാകുമെന്നാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പറയുന്നത്. ഈ ഇലക്ഷന് മുമ്പ് ഇതിന് ഒരു തീരുമാനമായിട്ടില്ലെങ്കിൽ ഞങ്ങൾ കൂട്ടായ്മയിലെ അംഗങ്ങളും അതുപോലെ തന്നെ നമ്മളോട് സഹകരിക്കുന്നവരും കുടുംബാംഗങ്ങളും ഇലക്ഷൻ ബഹിഷ്കരിക്കുക എന്ന തീരുമാനം കൂടി
ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തുറമുഖ ആവശ്യവുമായി ഇവർ അധികൃതരെ പലവട്ടം ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലായ്പ്പോഴും ഉറപ്പുകൾ നൽകുമെന്നല്ലാതെ നടപ്പാവാറില്ലെന്നും ഇവർ പരാതിപ്പെടുന്നു. അധികൃതരുടെ അവഗണനയ്ക്കെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ സംഗമം നടത്തി. ന്യൂസ് 18 കാസർഗോഡ്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ വീട്ടിലെത്തി. സഹപ്രവർത്തകനോട് കുശലാന്വേഷണം നടത്തി സത്യൻ അന്തിക്കാട് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. സ്ഥാനാർത്ഥിയായ ശേഷം മണ്ഡലങ്ങൾ സന്ദർശിക്കേണ്ട തിരക്കുകൾ ഉണ്ടെങ്കിലും പ്രിയ സുഹൃത്തിനെ കാണാനാണ് സുരേഷ് ഗോപി അന്തിക്കാട്ടെത്തിയത്. രാഷ്ട്രീയത്തിലെ തന്റെ ലക്ഷ്യങ്ങളും അനുഭവങ്ങളും സുരേഷ് ഗോപി സത്യൻ അന്തിക്കാടുമായി പങ്കുവച്ചു. എണ്ണത്തിൽ സത്യൻ അന്തിക്കാടിന്റെ ചിത്രങ്ങളിൽ കുറവാണ് അഭിനയിച്ചിട്ടുള്ളതെങ്കിലും വളരെ കാലമായി തങ്ങൾ മനസ്സുകൊണ്ട് അടുത്തിട്ടുള്ളവരാണെന്ന് സത്യൻ അന്തിക്കാട് പറഞ്ഞു. ഞാൻ സുരേഷിനെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ഇന്നും സുരേഷിനെ ഓർമ്മിപ്പിച്ചതാണ്. കാര്യം അമിതമായ ആഗ്രഹങ്ങളില്ലാത്ത ഒരാളാണ് സുരേഷ്. പിന്നെ എന്ത് ചെയ്താലും അത് സിൻസിയറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അത് സിനിമയായാലും മറ്റ് സൽപ്രവൃത്തികളായാലും ഒരിക്കലും രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഉദ്ദേശിച്ചുകൊണ്ട് അല്ലാതെ തന്നെ സുരേഷ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ പ്രാർത്ഥന മാത്രം. അരമണിക്കൂറിലധികം സുരേഷ് ഗോപി സത്യൻ അന്തിക്കാടിനോടും കുടുംബാംഗങ്ങളോടും വിശേഷങ്ങൾ പങ്കുവച്ചു. മകൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയും ശോഭനയും നസ്രിയയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമെന്നും സുരേഷ് ഗോപിയെ വെച്ചൊരു സിനിമ അധികം വൈകാതെ താൻ ചെയ്യുമെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് A. നാഗേഷ്, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു തുടങ്ങിയവർ സുരേഷ് ഗോപിയെ അനുഗമിച്ചു. ന്യൂസ് 18 അന്തിക്കാട്. ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പിന് ചൂടുപിടിക്കുമ്പോൾ തോട്ടം തൊഴിലാളികൾക്കിടയിൽ സജീവ ചർച്ചയാകുകയാണ് കുറ്റിയാർ വാലിയിലെ ഭൂമി പ്രശ്നം. തൊഴിലാളികൾക്ക് പട്ടയം ഭൂമി എവിടെ എന്ന ചോദ്യം മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ഉന്നയിക്കുന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് കുറ്റിയാർ വാലിയിൽ സ്ഥലം പതിച്ചു നൽകിയത്. ഭൂമിയുടെ പട്ടയവും വിതരണം ചെയ്തിരുന്നു. എന്നാൽ പട്ടയ വിതരണത്തിന് ശേഷം വർഷങ്ങൾ പിന്നിടുമ്പോഴും ഭൂമി അളന്ന് തിരിച്ചു നൽകുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിന് വോട്ട് തേടി വരുന്നവരോട് തങ്ങളുടെ ഭൂമി എവിടെയാണെന്നാണ് ഇവർക്ക് ചോദിക്കാനുള്ളത്. பெரிய பணக்காரர்களா நாங்களும் கூட தேலக்காட்ட வேலை செய்யறோம். எதுக்கு எடுத்தாலும் ஓபிசி எந்த ஒரு அனுகூலமும் எங்களுக்கு கிடைச்சதில்லை, இன்ன வரைக்கும் கிடைச்சது. PLC കൂടി തീരുമാനിച്ച ശമ്പള വർധനവ് മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപ്പാക്കിയിട്ടില്ല. മറ്റ് അടിസ്ഥാന വികസനവും എല്ലാം തന്നെ മാറി മാറി വരുന്ന സർക്കാരുകളുടെ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണെന്ന പരാതിയും ഇവർക്കുണ്ട്. ന്യൂസ് 18 മൂന്നാർ. കടുത്ത വേനലിൽ ദാഹിച്ചു വലഞ്ഞെത്തിയവർക്ക് ആശ്വാസമായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ SYSന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലൊരുക്കി. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജലസംരക്ഷണ ക്യാമ്പിന്റെ ഭാഗമായാണിത്. നാരങ്ങ വെള്ളമാണ് ആശുപത്രിയിലെത്തിയവർക്ക് വിതരണം ചെയ്തത്. നൂറുകണക്കിന് ആളുകൾക്കാണ് സുന്നി യുവജന സംഘത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം നടത്തിയത്. ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും മാത്രമല്ല വഴിയാത്രക്കാർക്കും ദാഹജലം വിതരണം ചെയ്തു. വരും ദിവസങ്ങളിൽ മറ്റ് തിരക്കേറിയ സ്ഥലങ്ങളിലും ജനങ്ങൾ കൂടുതലായി എത്തിപ്പെടുന്ന പ്രദേശങ്ങളിലുമൊക്കെ ഈ വേനൽക്കാലം കഴിയുന്നതുവരെ കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജലസംരക്ഷണ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് സുന്നി യുവജന സംഘം തണ്ണീർ പന്തലൊരുക്കിയത്. താലൂക്ക് ആശുപത്രിയിലെ ഓർത്തോ സർജൻ ഡോക്ടർ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ സത്താർ സഖാവി, ഹുസൈൻ, സബീർ, മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിലും ജലവിതരണം നടത്തും. ന്യൂസ് 18 കായംകുളം. അവധിക്കാലത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകി കൊല്ലം ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. സാഹസിക നീന്തൽ താരം ഡോൾഫിൻ രതീഷാണ് പരിശീലകൻ. ആലപ്പാട് പഞ്ചായത്തിൽ മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന പദ്ധതിയുമായി പഞ്ചായത്ത് മുന്നിട്ടിറങ്ങിയത്. TS കനാലിൽ പ്രത്യേകം നീന്തൽക്കുളം സജ്ജീകരിച്ചാണ് പരിശീലനം നൽകുന്നത്. ഇതിന്റെ പരിശീലനം നൽകുന്നത് ഡോൾഫിൻ രതീഷാണ്. അതിസാഹസിക നീന്തൽ താരമായ ഡോൾഫിൻ രതീഷാണ് ഈ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത്. സാഹസിക നീന്തലിൽ ലോക റെക്കോർഡ് ജേതാവ് ഡോൾഫിൻ രതീഷാണ് പരിശീലകൻ. നീന്താൻ പഠിപ്പിക്കുന്നതിനൊപ്പം മറ്റുള്ളവർക്ക് രക്ഷകരാകാനുള്ള പ്രഥമ ശുശ്രൂഷയടക്കം പരിശീലനത്തിന്റെ ഭാഗമായുണ്ട്. അവസാന ഘട്ടത്തിൽ കടലിലും പരിശീലനം നൽകാനാണ് ലക്ഷ്യം. ഈ അവധിക്കാലത്ത് കുട്ടികളെ നീന്തൽ പരിശീലനം നടത്തി മുങ്ങിമരണങ്ങളില്ലാത്ത ഒരു ആലപ്പാട് ഗ്രാമപഞ്ചായത്തായി എടുക്കുവാൻ ഉള്ളതാണ് ഉദ്ദേശം. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി കുട്ടികളാണ് പരിശീലനത്തിനെത്തുന്നത്. ന്യൂസ് 18 കൊല്ലം.
മലപ്പുറം വളാഞ്ചേരി നഗരത്തിൽ അപകട ഭീഷണി ഉയർത്തി ഇടിഞ്ഞു വീഴാറായ കെട്ടിടം. വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ നഗരസഭയ്ക്ക് മുന്നിലാണ് അപകടാവസ്ഥയിലായ കെട്ടിടമുള്ളത്. ഏതു നിമിഷവും നിലം പൊത്തി വീഴാറായ കെട്ടിടമാണ് ജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നത്. നഗരസഭ കാര്യാലയത്തിന് മുന്നിൽ തന്നെയാണ് കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ പകുതി ഭാഗവും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. എന്നാൽ ശേഷിക്കുന്ന ഭാഗം അപകട ഭീഷണി ഉയർത്തുന്നു. കെട്ടിടം സുരക്ഷിതമായി പൊളിച്ചു മാറ്റാൻ കെട്ടിട ഉടമ തയ്യാറാകാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. ചില സമയങ്ങളിലൊക്കെ നടന്നു വീഴുന്ന സംഭവമുണ്ട്. എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റാണ് വേണ്ടത്. നമ്മൾ ഭയങ്കര പേടിയിലാണ് ഇരിക്കുന്നത്. എപ്പോഴും ഒന്നും സംഭവിക്കാന്നുള്ള മാതിരിയല്ല ഇരിക്കുന്നത്. ഇവിടെ ഒരുപാട് വാഹനങ്ങളും അതുപോലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ പോകുന്ന കൂട്ടാണത്. അപ്പോൾ എത്രയും പെട്ടെന്ന് വേഗം പൊളിച്ചു മാറ്റാണ് വേണ്ടത്. അങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അതിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുള്ളൂ. പകുതി ഭാഗവും പൊളിച്ചു മാറ്റിയ കെട്ടിടത്തിൽ ഇപ്പോഴും 3 കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വൈക്കത്തൂർ ബൈപ്പാസ് റോഡിന് സമീപത്താണ് കെട്ടിടമുള്ളത്. നഗരസഭാ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വളാഞ്ചേരി. പഴയകാല ഗ്രാമീണതയുടെ പൊതു ഇടങ്ങൾ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ടീം യുക്കാബത്ത് സംഘടിപ്പിക്കുന്ന ചെന്നമംഗല്ലൂർ കൾച്ചറൽ ഫെസ്റ്റിന് തുടക്കമായി. മലബാറും കേരള സംസ്കാരവും എന്ന വിഷയത്തിൽ ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഭാഷണം നടത്തി. തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. ഒതേമംഗലം മഹൽ പ്രസിഡന്റ് കെ സുബൈർ സാഹിബ്, ഒ അബ്ദുള്ള, ഒ അബ്ദുറഹ്മാൻ, CT അബ്ദുൾ റഹീം, ഷഫീഖ് മാടായി, മധു മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അതിന്റെ കാരണം ഇവിടെ മാപ്പിളായ മനുഷ്യക്ഷണത്തിന് യാതൊരു പ്രസക്തിയില്ല. അത് ഈ നാട്ടിനും മറ്റ്